ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷന്റെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ചാരിക്കൊണ്ട് നിരാശയെ പരാജയപ്പെടുത്തുക എന്നതിനെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും ഒത്തിരിയേറെ വിഷമിക്കുന്നൊരു കാര്യമാണ് ഈ നിരാശ എന്ന് പറയുന്ന ഒരു പ്രശ്നം. ജീവിതത്തിൽ ഭാരങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും നിരാശ നമ്മെ കീഴ്പ്പെടുത്തി കളയുന്നു. നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ സംശയിക്കുന്നു. ദൈവമുണ്ടോ എന്നെങ്കിലും ചിലപ്പോൾ നമുക്ക് സംശയം തോന്നുന്നു. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഈ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അവനെയും അവളെയും സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഈ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വലിയ സംശയം നമ്മുടെ ഹൃദയത്തിലേക്ക് പലപ്പോഴും കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രത്യാശ, ദൈവം തരുന്ന പ്രത്യാശ, വചനത്തിൻ്റെ സത്യങ്ങൾ നമുക്ക് തരുന്ന പ്രത്യാശ, ക്രൂശിൽ വെളിപ്പെട്ട ദൈവസ്നേഹം നമുക്ക് തരുന്ന പ്രത്യാശ, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ നല്ല കർത്താവ് നമുക്ക് തരുന്ന പ്രത്യാശ, സ്വർഗാരോഹണം ചെയ്ത് ഇന്നും ജീവിക്കുന്ന യേശു നൽകുന്ന പ്രത്യാശ, പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന പ്രത്യാശ. പ്രിയപ്പെട്ടവരെ, അഭിഷേകത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മളിൽ നിറയുന്ന ദൈവം നമുക്ക് നൽകുന്ന പ്രത്യാശ എന്ന് പറഞ്ഞാൽ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞവൻ നൽകുന്ന പ്രത്യാശ, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല എന്ന് പറഞ്ഞ ആ ദൈവം നമുക്ക് നൽകുന്ന പ്രത്യാശ. സങ്കീർത്തനം 27:10 അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും നിന്നെ ഞാൻ ഉപേക്ഷിക്കത്തില്ല എന്ന് ദൈവം പറയുന്ന ആ വചനത്തിലുള്ള പ്രത്യാശ, സ്വർഗത്തിലെ പിതാവ് നമ്മോട് കാണിക്കുന്ന അനന്തമായ സ്നേഹത്തിലുള്ള വലിയ വിശ്വാസം, അത് നമുക്ക് നൽകുന്ന പ്രത്യാശ, അതൊരിക്കലും നമ്മളെ നിരാശപ്പെടുത്തുന്നില്ല എന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. ഒന്നുകൂടി കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും കർത്താവിനെ സമർപ്പിക്കുവിൻ, അവിടെ നിന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം എൻ്റെയും നിങ്ങളുടെയും കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് നിരാശപ്പെടുന്നത് എന്നൊരു ചോദ്യം പരിശുദ്ധാത്മാവ് സ്നേഹത്തോടെ എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്. വളരെ പ്രശസ്തമായ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ സാത്താൻ നരകത്തിൽ ഒരു വലിയ എക്സിബിഷൻ നടത്തുകയാണ്. എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ എക്സിബിഷനാണ്. അതായത് ഇതുപോലത്തെ ഒരു എക്സിബിഷൻ ഉണ്ടായിട്ടില്ല. എല്ലാ ആയുധങ്ങളും, സാത്താൻ്റെ സകല ആയുധങ്ങളും അവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അവിടെ റിഡക്ഷൻ സെയിലും കൂടെ ഉണ്ട്. ചില ആയുധങ്ങൾ വളരെ വിലക്കുറച്ചാണ് വിൽക്കുന്നത്. അപ്പോൾ ഓരോ ആയുധത്തിൻ്റെയും താഴെ പേരും അതിൻ്റെ വിലയുമൊക്കെ സാത്താൻ എഴുതി വച്ചിട്ടുണ്ട്. ഒരു ആയുധത്തിൻ്റെ പേരിതാണ് കോപം, അടുത്ത ആയുധത്തിൻ്റെ പേരിതാണ് അഹങ്കാരം, അടുത്ത ആയുധത്തിൻ്റെ പേരിതാണ് അസൂയ, വേറൊരു വലിയ ആയുധത്തിൻ്റെ പേരിതാണ് വ്യഭിചാരാസക്തി. ഇങ്ങനെ മദ്യപാനം, കഞ്ചാവ്, ഇങ്ങനെ ഓരോ ആയുധങ്ങൾ സാത്താൻ എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വച്ചിരിക്കുകയാണ്. എന്നാൽ ഒരു ആയുധത്തിൻ്റെ താഴെ എഴുതി വച്ചിരിക്കുകയാണ്, ഇത് വിൽപ്പനയ്ക്കുള്ളതല്ല, ഇത് നിങ്ങൾക്ക് കണ്ടുപോകാം, ഇത് വിൽക്കുന്നില്ല. അവിടെ കുട്ടിപ്പിശാചുക്കളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി അതിൻ്റെ ചുറ്റും നോക്കി, എന്താണിത്? അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, ഈ ആയുധം മാത്രം വിൽക്കത്തില്ല. താഴെ ആയുധത്തിൻ്റെ പേരെഴുതി വച്ചിരിക്കുന്നു, നിരാശ. നിരാശ. ഈ ആയുധം ലൂസിഫർ വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബാക്കി എല്ലാ ആയുധങ്ങളും എക്സിബിഷനിൽ വച്ചിരിക്കുന്നത് വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോകാം. എന്നാൽ നിരാശ എന്ന് പറയുന്ന ആയുധത്തെ അവൻ വിൽക്കുന്നില്ല. അപ്പോൾ കുട്ടിപ്പിശാചുക്കളെല്ലാം കൂടി വലിയ സാത്താനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത് താങ്കൾ വിൽക്കാത്തത്? ഉടനെ വലിയ പിശാച് മറുപടി കൊടുക്കുകയാണ്, ഏത് വമ്പനെയും ഏത് കൊലക്കൊമ്പനെയും വീഴിക്കാൻ ഞാൻ എടുക്കുന്ന അവസാനത്തെ ആയുധമാണ് നിരാശ. എല്ലാ ടെക്നിക്കുകളും പരാജയപ്പെടുന്നിടത്ത് എൻ്റെ ഈ ആയുധം കൊണ്ടൊരു വെട്ടിക്കഴിഞ്ഞാൽ വീഴാത്തവനില്ല, തകരാത്തവനില്ല. ഈ ആയുധം കൊണ്ടുള്ള വെട്ടേറ്റാലും
ഏതെങ്കിലും ഒരു മനുഷ്യൻ വിജയിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ പേരാണ് വിശുദ്ധൻ, അവളുടെ പേരാണ് വിശുദ്ധ. എന്നിട്ട് പറയാണ്, അങ്ങനെയുള്ളവർ ഭൂമിയിൽ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഈ ആയുധം ഞാൻ നിങ്ങൾക്ക് തരികയില്ല, ഇത് ഞാൻ വിൽക്കുകയില്ല. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ പ്രശസ്തമായ ഒരു കഥയാണിത്. പക്ഷെ ഇതിൻ്റെ അകത്തെ സന്ദേശം വളരെ വ്യക്തമാണ്. ഏത് വമ്പനെയും തകർത്ത് കളയാൻ പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ പുറകോട്ട് പിടിച്ചു വലിച്ച് അവൻ്റെ വിശുദ്ധിയുടെ വസ്ത്രങ്ങൾ ഊരിക്കളയുവാൻ, അവൻ്റെ അഭിഷേകത്തിൻ്റെ ചൈതന്യത്തെ കെടുത്തിക്കളയുവാൻ, അവനിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആത്മാവിൻ്റെ അഗ്നിജ്വാലയെ കെടുത്തിക്കളയാൻ സാത്താൻ ഉപയോഗിക്കുന്ന ആയുധമാണ് നിരാശ. ഒരു മനുഷ്യൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിനെ അവൻ അഭിഷേകത്തിൽ മുന്നോട്ടൊരു കുതിരയെ പോലെ കുതിച്ചു പായുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ തീ അവനിൽ ആളി കത്തിക്കൊണ്ട് അവനൊരു ജ്വാലയായി കൊടുങ്കാറ്റ് പോലെ മാറുമ്പോൾ, അവനിലൂടെ അവളിലൂടെ ഒരു ഉണർവ് ദേശത്ത് വരുമെന്ന് കാണുമ്പോൾ, ജനങ്ങൾ സ്പർശിക്കപ്പെടുമെന്ന് കാണുമ്പോൾ, സാത്താൻ്റെ കോട്ടകൾ തകരപ്പെടുമെന്ന് കാണുമ്പോൾ, സ്വർഗം ഭൂമിയിലേക്ക് മനുഷ്യൻ ഇറക്കിക്കൊണ്ടുവരുമെന്ന് കാണുമ്പോൾ, വിശുദ്ധിയുടെ കൊടുമുടിയിലേക്ക് ഒരു മനുഷ്യൻ അടിവെച്ച് കയറിപ്പോകുമ്പോൾ അവനെ വലിച്ച് താഴെയിടാൻ സാത്താൻ കൊണ്ടുവരുന്ന ആയുധമാണ് നിരാശ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാം. അവൻ്റെ പേരാണ് ഏലിയ, ദ ഗ്രേറ്റ് പ്രോഫറ്റ് എലൈജ. പ്രവാചകന്മാരിൽ തന്നെ ശക്തന്മാരിൽ ശക്തൻ എന്നൊക്കെ വിളിക്കാം. വലിയ പ്രവാചകൻ. തീഷ്ണതയുടെ കാര്യം പറയുമ്പോൾ ഏലിയായുടെ തീഷ്ണതയോടുകൂടി വരുമെന്നാണ് സ്നാപക യോഹന്നാനെ കുറിച്ച് പോലും പറയുന്നത്. അപ്പോൾ ഒരു റോൾ മോഡലായിട്ട് വെച്ചിരിക്കുന്ന വ്യക്തിയാണ്. തീഷ്ണതയുടെ കാര്യത്തിൽ ഒരു ജ്വലനമാണ് ഏലിയ. അവൻ്റെ വാക്കുകൾ തീപ്പന്തം പോലെ ജ്വലിച്ചുവെന്നാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രമാത്രം മഹാനായ ഒരു വ്യക്തി ഇവിടെ നിരാശപ്പെട്ട് കിടക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് ചത്താൽ മതി, എനിക്കിനി ജീവിക്കണ്ട. പ്രിയപ്പെട്ടവരെ, ഈ വാക്ക് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഞാനും നിങ്ങളുമൊക്കെ വേദനയിൽ പറയുന്നൊരു വാക്കല്ലേ ഇത്. നമുക്ക് താങ്ങാനാവാത്ത സഹനങ്ങളിലൂടെ പോകുമ്പോൾ നമ്മളും ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകും, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, മരിച്ചാൽ മതിയായിരുന്നു. തകർന്നു പോയ, ഉടഞ്ഞു പോയ ഒരു മനുഷ്യൻ്റെ സഹനത്തെ നേരിടാൻ സാധിക്കാതെ തകർന്നു കൂനിപ്പോയ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ നിന്ന് ഉയരുന്ന നിസ്സഹായതയുടെ നിലവിളിയാണത്. പ്രവാചകനായ ഏലിയ പോലും സാത്താൻ്റെ ഈ ആയുധത്തിൻ്റെ, നിരാശ എന്ന് പറയുന്ന ആയുധത്തിൻ്റെ വെട്ടേറ്റ് തകർന്നവനായി വാടാ മുൾച്ചെടിയുടെ തണലിൽ അവൻ കിടക്കുന്നു. അവിടെ കിടന്നുകൊണ്ട് പറയുന്നു, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് മരിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, ഇതിന് തൊട്ട് മുമ്പത്തെ അധ്യായം 1 രാജാക്കന്മാർ 18-ാമത്തെ അധ്യായത്തിൽ കർമ്മേൽ മലയുടെ മുകളിൽ ഇടിമിന്നൽ പോലെ ജ്വലിച്ചു നിന്ന് മുട്ടുകൾ മടക്കി സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി, ദൈവമേ നീ സത്യ ദൈവമാണെന്ന് തെളിയിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ആകാശത്തിൽ അഗ്നി ഇറങ്ങി ഓൾട്ടറിലുണ്ടായിരുന്ന ബലിവസ്തുക്കളെ മുഴുവൻ ദഹിപ്പിച്ചു കളഞ്ഞു. ആകാശത്തു നിന്ന് തീയിറക്കി യഹോവ സത്യ ദൈവമാണെന്ന് തെളിയിച്ച കർത്താവിൻ്റെ പ്രവാചകൻ, കള്ളപ്രവാചകനായ ബാലിൻ്റെ 400 കള്ളപ്രവാചകന്മാരെ, ബാലിൻ്റെ 400 കള്ളപ്രവാചകന്മാരെ തകർത്ത് കളഞ്ഞവൻ, ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിയവൻ. പ്രിയപ്പെട്ടവരെ, ദൈവം സത്യദൈവം ആരാണെന്ന് തെളിയിക്കുന്ന അഭിഷേകമുണ്ടായിരുന്നവൻ, ബലിമൃഗത്തെ വെട്ടിക്കീറി അതിൻ്റെ പുറത്ത് വെള്ളമെല്ലാം കൂടെ കോരി ഒഴിച്ച് നനഞ്ഞു കുതിർന്നു കിടക്കുന്ന ബലിപീഠത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് തീയിറക്കി ചാരമാക്കി കളഞ്ഞവൻ, ദൈവത്തെ വിട്ട് അകന്നു പോയ ഇസ്രായേലിലെ മുഴുവൻ ജനങ്ങളെയും ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ മുഴുവൻ ജനങ്ങളെയും ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവന്നവൻ, വലിയ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ ചെയ്തവൻ, 3.5 വർഷക്കാലം മഴ പെയ്യാതിരുന്ന ഇസ്രായേലിൽ തൻ്റെ മുട്ടുകൾ മടക്കി നിലവിളിച്ച് മഴ പെയ്യിച്ചവൻ, കാർമേഘത്തെ കടലിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നവൻ, വലിയ മഴ മൂലം ഇസ്രായേൽ ജനങ്ങൾ തുള്ളിച്ചാടത്തക്കവണ്ണം അവിടെ അത്ഭുത പ്രവൃത്തി ചെയ്യാൻ ദൈവം ഉപയോഗിച്ച മനുഷ്യൻ, ഒരു വീരപുരുഷനായി വിളങ്ങി നിന്ന ഏലിയ തൊട്ടടുത്ത അധ്യായത്തിൽ നിരാശയുടെ പടുകുഴിയിൽ കിടന്നുകൊണ്ട് പറയാണ്, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് മരിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, ദൈവം എത്രയോ നല്ലവനാണെന്ന് കാണുന്ന ഒരു ഭാഗം നമുക്കവിടെ കാണാൻ സാധിക്കും. എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയുന്ന ഏലിയായെ ദൈവം വഴക്കു പറയുന്നില്ല, ദൈവം ശാസിക്കുന്നില്ല, ദൈവം അവനോട് കോപിക്കുന്നില്ല. എത്ര നല്ലവനാണ് ഈ ദൈവം. എടാ, ഇത്രയ്ക്ക് വളർന്ന നീ ആണോടാ ഇങ്ങനത്തെ ചത്താമതി എന്നുള്ള വാക്ക് പറയുന്നത്? ഇങ്ങനത്തെ വൃത്തികെട്ട വാക്കാണോടാ നീ പറയേണ്ടത്? ഇന്നലെ നീ എന്തൊരു അഭിഷേകത്തിലാണോടാ നിന്നത്? ഇന്ന് നീ എന്താടാ പടുകുഴി കിടക്കുന്നത് എന്നൊന്നും ദൈവം ചോദിക്കുന്നില്ല. പകരം ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്, സ്നേഹം മാത്രമാണ്. ദൈവം ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. സ്വർഗത്ത് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു മാലാഖയെ
ദൈവം പറഞ്ഞു വിടുകയാണ് ഈ പാവപ്പെട്ട മനുഷ്യന്റെ പക്കലേക്ക്, തകർന്നു കിടക്കുന്ന, നിരാശയിൽ ഉടഞ്ഞു കിടക്കുന്ന മനുഷ്യന്റെ പക്കലേക്ക് ദൈവം തൻ്റെ ദൂതനെ പറഞ്ഞു വിടുകയാണ്. ദൂതന്റെ കയ്യിൽ അപ്പമുണ്ട്, കനലിൽ ചുട്ടെടുത്ത അപ്പമുണ്ട്, വെള്ളമുണ്ട്. ദൂതൻ അവനെ തട്ടി വിളിച്ചുകൊണ്ട് പറയുന്നു, അപ്പം ഭക്ഷിക്കുക, വെള്ളം കുടിക്കുക. പ്രിയപ്പെട്ടവരെ, രണ്ടർത്ഥമാണ്. ഒന്നിത് വിശുദ്ധ കുർബാനയെ കാണിക്കുന്നു, രണ്ട് ദൈവത്തിൻ്റെ വായിൽ നിന്ന് ആ നിമിഷത്തേക്ക് പുറത്തേക്ക് കടന്നു വരുന്ന റീമ എന്ന് പറയുന്ന വചനത്തെ കാണിക്കുന്നു. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷന് വേണ്ടി, ഒരു പ്രത്യേക സാഹചര്യത്തിന് വേണ്ടി ദൈവം നമുക്ക് തരുന്ന ഒരു പ്രത്യേക വചനമാണിത്. അതാണ് കനലിൽ ചുട്ടെടുത്ത അപ്പം, അതായത് ചൂടുള്ള വചനമാണ് ദൈവം നമുക്ക് തരികയാണ്. വിശുദ്ധ കുർബാന മറ്റൊരർത്ഥമാണ്. വെള്ളം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ കാണിക്കുന്നു, ദൈവസ്നേഹത്തിൻ്റെ ആ തണുപ്പിനെ കാണിക്കുകയാണ്. നമ്മെ കുതിർത്ത് കളയുന്ന ദൈവസ്നേഹം, എല്ലാറ്റിനെയും മാറ്റി ആശ്വാസം തന്ന് തണുപ്പിക്കുന്ന ദൈവസ്നേഹത്തെ കാണിക്കുന്നു. ഇത് രണ്ടും കൊടുത്തുകൊണ്ട് പറയുകയാണ്, എഴുന്നേറ്റ് നടക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരൊറ്റ ഭക്ഷണത്തിൻ്റെ ബലത്തിൽ 40 രാവും 40 പകലും നടന്ന് ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ ഏലിയ എത്തിച്ചേരുകയാണ്. കാണുക, സാത്താൻ്റെ വെട്ടേറ്റ്, നിരാശ എന്ന് പറയുന്ന ആയുധത്തിൻ്റെ വെട്ടേറ്റ് തകർന്ന് തരിപ്പണമായി കിടന്ന ഒരു മനുഷ്യനെ വഴക്ക് പറയാത്ത ദൈവം അവന് കൃപ കൊടുത്തുകൊണ്ട് ഓടിക്കുകയാണ്. 40 രാവും 40 പകലും നടന്ന് ദൈവത്തിൻ്റെ മലയിൽ തന്നെ എത്തിച്ചേരുന്നു. ദൈവം എന്താഗ്രഹിച്ചോ, ദൈവം എവിടെ ഇവൻ എത്തണമെന്ന് ആഗ്രഹിച്ചോ അവിടെ തന്നെ ഏലിയായെ ദൈവം എത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിരാശയിൽ തകരുന്ന നമ്മളെയും ദൈവം ഒരിക്കലും കൈവിടുന്നില്ല. ഒരു വചനപ്രഘോഷകനെ അയക്കുന്നു. ശാലോം ടി വിയിലൂടെ ഒരു പ്രോഗ്രാം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു. ഒരു പുസ്തകം, ഒരു വ്യക്തി, അഭിഷേകമുള്ള ഒരു ഗാനം, എന്തോ ആയിക്കോട്ടെ, നമ്മെ എഴുന്നേൽപ്പിക്കാൻ ഒരു ദൂതനെ ദൈവം ഇപ്പോഴും അയക്കുന്നുണ്ട്. അല്ലായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ എവിടെ തകർന്നു കിടക്കുമായിരുന്നു. അടുത്തതായിട്ട് യൂദാസിനെയാണ് കാണിക്കുന്നത്. യൂദാസ് തീർച്ചയായിട്ടും വലിയൊരു തെറ്റ് ചെയ്തു. ദൈവപുത്രനെ ഒറ്റിക്കൊടുത്തത് തെറ്റ് തന്നെയാണ്. 30 വെള്ളിക്കാശിന് വേണ്ടി കർത്താവിനെ ഒറ്റിക്കൊടുത്തത് വലിയ തെറ്റ് തന്നെയാണ്. എന്നാൽ അത് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റല്ല. കാരണം യൂദാസിൻ്റെ പാപത്തിന് വേണ്ടി കൂടെയാണ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്. യേശുവിൻ്റെ വലിയ സങ്കടം എന്തായിരുന്നു ചോദിച്ചാൽ, യേശു കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ അങ്ങ് ദൂരെയായി ഒരു കാഴ്ച കർത്താവ് കാണുകയാണ്. ഉദരം പിളർന്ന് കുടലെല്ലാം പുറത്തു ചാടി ആത്മഹത്യ ചെയ്ത് 1 മുഴം കയറിൽ കെട്ടിത്തൂങ്ങിക്കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ യൂദാസിനെ കർത്താവ് കാണുന്നു. കർത്താവിൻ്റെ മനസ്സ് പിടയുകയാണ്. മോനെ, നീ എന്തിനാ കെട്ടിത്തൂങ്ങിയത്? നിനക്ക് പകരമല്ലേ ഞാനിവിടെ കെട്ടിത്തൂങ്ങിക്കിടക്കുന്നത്? നീ കിടക്കേണ്ടതിന് പകരമല്ലേ ഞാനിവിടെ കിടക്കുന്നത്? നീ ഏറ്റെടുക്കേണ്ട ശിക്ഷ ഞാൻ ഏറ്റെടുത്തില്ലേ? നിനക്ക് അനുഭവിക്കേണ്ട അടി ഞാൻ ഏറ്റില്ലേ? നിനക്ക് കിട്ടേണ്ട മുഴുവൻ ശിക്ഷയും നിനക്ക് പകരം ഏറ്റെടുക്കാനല്ലേ ഞാൻ വന്നത്? യൂദാസേ, 3.5 കൊല്ലം നീ എൻ്റെ കൂടെ നടന്നിട്ടും ഞാൻ സ്നേഹമാണെന്ന് നീ അറിഞ്ഞില്ലേ? ഞാൻ ക്ഷമയാണെന്ന് നീ അറിഞ്ഞില്ലേ? ഞാൻ സകലതും പൊറുക്കുന്ന ദൈവമാണെന്ന് നീ അറിഞ്ഞില്ലേ? സ്നേഹത്തിന് കണ്ണും മൂക്കും കൈയും കാലും വച്ചവനാണ് ഞാനെന്ന് എന്തുകൊണ്ട് യൂദാസേ നീ അറിഞ്ഞില്ല? എന്തുകൊണ്ട് തെറ്റ് ചെയ്തിട്ട് നീ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നില്ല? പത്രോസും തെറ്റ് ചെയ്തായിരുന്നല്ലോ, പത്രോസും എന്നെ തള്ളിപ്പറഞ്ഞല്ലോ, എന്നിട്ട് അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയല്ലോ, അവൻ പുറത്തുപോയി പൊട്ടിക്കരഞ്ഞല്ലോ, അവനോട് ഞാൻ ക്ഷമിച്ചല്ലോ, നിന്നോടും ഞാൻ ക്ഷമിച്ചു. പക്ഷെ എന്തേ നീ ക്ഷമ ഏറ്റുവാങ്ങാതിരുന്നത്? എന്തേ നീ അത് ഏറ്റുവാങ്ങാതിരുന്നത്? എന്തേ നീ ആത്മഹത്യ ചെയ്തത്? പ്രിയപ്പെട്ടവരെ, സാത്താൻ്റെ വെട്ടിൽ യൂദാസ് തകർന്നു പോയി. എന്നാൽ നിരാശപ്പെട്ട് കിടന്ന യൂദാസ് ഏലിയ രക്ഷപ്പെട്ടതുപോലെ രക്ഷപ്പെട്ടില്ല, പത്രോസ് രക്ഷപ്പെട്ടതുപോലെ രക്ഷപ്പെട്ടില്ല. കാരണം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൻ തയ്യാറായില്ല. അവനിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട്, ഞാൻ വലിയ തെറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കെട്ടിത്തൂങ്ങി ചാവുകയാണ്, ആത്മഹത്യ ചെയ്യുകയാണ്. തകർന്നു പോയ ഒരു മനുഷ്യൻ. ഞാൻ ഓർക്കാറുണ്ട്, യൂദാസ് എങ്ങാനും കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നിരുന്നുവെങ്കിൽ, ആ കൽവരിയുടെ വിരിമാറിൽ കർത്താവ് പിടയുമ്പോൾ യോഹന്നാന്റെ അടുത്ത് നിൽക്കാൻ യൂദാസ് ഉണ്ടായിരുന്നെങ്കിൽ, കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആദ്യം വിളിക്കുന്ന വിളി യൂദാസേ എന്നായിരുന്നേനെ. ആദ്യം കാണാൻ ചെല്ലുന്നത് യൂദാസിനെ ആയിരുന്നേനെ. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട സത്യം. നമ്മൾ നിരാശയിൽ തകർന്നു പോകുമ്പോഴും ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് പത്രോസിനെയാണ്. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷവും പത്രോസിൻ്റെ കുറ്റബോധം പൂർണ്ണമായിട്ടും മാറുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് പത്രോസിൻ്റെ മനസ്സിലൊരു സംശയം വരികയാണ്.
ഞാൻ 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞതല്ലേ? എനിക്ക് അപ്പോസ്തലനായിരിക്കാനുള്ള യോഗ്യതയുണ്ടോ? എനിക്ക് ജനങ്ങളോട് പ്രസംഗിക്കാനുള്ള യോഗ്യതയുണ്ടോ? എനിക്ക് രോഗികളെ സുഖപ്പെടുത്താനുള്ള യോഗ്യതയുണ്ടോ? അവിടുത്തെ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ ശുശ്രൂഷ ചെയ്യാനുള്ള യോഗ്യത എനിക്കുണ്ടോ? അപ്പോസ്തലൻ എന്ന് വിളിക്കാൻ പോലും യോഗ്യതയില്ല. എന്തിന് ക്രിസ്ത്യാനി എന്ന് പോലും വിളിക്കാൻ എനിക്ക് യോഗ്യതയില്ല. ഈ ഒരു നിരാശ ഇടയ്ക്കിടയ്ക്ക് പത്രോസിൽ പിടികൂടുകയാണ്. അപ്പോൾ യോഹന്നാൻ 21-ാം അധ്യായത്തിൽ നിരാശയുടെ അറ്റത്ത് എന്നിട്ട് പത്രോസ് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പം 3.5 വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ച് വച്ചിരുന്ന വള്ളവും വലയും എവിടെയോ പോയി തിരിച്ചെടുത്തുകൊണ്ട് നിരാശയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് ഇനി പണി പറ്റത്തില്ല, കർത്താവിൻ്റെ കൂടെ പോകാനെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ലോകത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. എന്തിനെയാണോ ഉപേക്ഷിച്ചത് അതിലേക്ക് ഈ മനുഷ്യൻ മടങ്ങിപ്പോവുകയാണ്. നമുക്ക് വ്യക്തമായിട്ട് കാണാം, പത്രോസ് നിരാശയുടെ വാക്കുകൾ പറഞ്ഞപ്പോൾ ബാക്കി കൂടെ ഉണ്ടായിരുന്ന 10 പേരും കൂടെ, അന്ന് യൂദാസ് ഇല്ല, ബാക്കി 10 പേരും പറഞ്ഞു ഞങ്ങൾ മീൻ പിടിക്കാൻ വരിക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്തിനെയാണോ അവർ ഉപേക്ഷിച്ചത് അതിലേക്ക് തന്നെ അവർ മടങ്ങിച്ചെല്ലുന്നു. അന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടുന്നില്ല. ഏലിയായെ രക്ഷിക്കാൻ ദൂതനെ അയച്ച ദൈവം വീണ്ടും ഇവിടെ ഒരിക്കൽ കൂടി പത്രോസിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അന്ന് പ്രഭാതമായപ്പോൾ ആ തീരത്ത് നിന്നൊരു ശബ്ദം മുഴങ്ങുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നേപ്പിയോസ് എന്ന വാക്കാണ്. എന്ന് പറഞ്ഞാൽ നാപ്പി കെട്ടുന്നവരെ. നാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡയപ്പർ കെട്ടത്തില്ലേ? കുഞ്ഞുങ്ങൾ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ അത് ബെഡിലൊന്നും ആകാതിരിക്കാൻ നമ്മളവരെ പള്ളിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ 6 മാസം 7 മാസം 8 മാസമൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഡയപ്പർ കെട്ടി കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കുഞ്ഞുങ്ങളായവരെ നാപ്പിയോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ ഡയപ്പർ കെട്ടുന്നവരെ, അങ്ങനെ കെട്ടുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ? ആത്മീയ ജീവിതത്തിൽ വളരാനാവാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളെ, പക്വത പ്രാപിക്കാത്തവരെ, 3.5 വർഷം എൻ്റെ കൂടെ നടന്നിട്ട് ഒന്നും പഠിക്കാത്തവരെ, ഇപ്പോഴും കുഞ്ഞുങ്ങളായിരിക്കുന്നവരെ കാണുക. സ്നേഹത്തിൻ്റെ വാക്കാണ്. വൃത്തികെട്ടവന്മാരെ എന്നല്ല വിളിക്കുന്നത്. 3.5 വർഷം കൂടെ നടന്നിട്ട് ഒന്നും പഠിക്കാത്ത വൃത്തികെട്ടവന്മാരെ എന്നല്ല. ഉയർത്തെഴുന്നേറ്റ് എന്നെ കണ്ടതിന് ശേഷവും വള്ളവും വലയെടുത്തുകൊണ്ട് പോയ അനുസരണം കെട്ടവരെന്നല്ല വിളിക്കുന്നത്. പകരം നാപ്പി കെട്ടുന്ന കുഞ്ഞുങ്ങളെ, ഡയപ്പർ കെട്ടുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ? അവർ വിളിച്ചു പറഞ്ഞു, ഇല്ല. അപ്പോഴാണ് യേശു പറയുന്നത്, പടകിന്റെ വലതുവശത്തേക്ക് വലയിറക്കുവിൻ. അവർക്ക് 153 മത്സ്യങ്ങൾ കിട്ടി. അപ്പോൾ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടതും പത്രോസ് താൻ നഗ്നനായിരുന്നതിനാൽ എന്തോ എടുത്ത് ധരിച്ചുകൊണ്ട് കടലിലേക്കെടുത്ത് ചാടുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ നീന്തി വരികയാണ്. കാണേണ്ടവനെ ഒറ്റയ്ക്കൊന്ന് കാണണം. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വെച്ച് കണ്ടാൽ പോരാ, യേശുവിനെ ഒന്ന് ഒറ്റയ്ക്ക് കാണണം. അങ്ങനെ ഒറ്റയ്ക്ക് കാണുന്നതിന് വേണ്ടി അവൻ കടന്നു വരുന്നു. യേശുവിനെ കാണുന്നു. കരയിൽ കനലിൽ ചുട്ടെടുത്ത അപ്പവും പൊരിച്ച മീനും തീയും കൂട്ടിവച്ചിരിക്കുന്നു. സ്നേഹം വിളമ്പുന്നു, സ്നേഹം വിളമ്പിക്കൊടുക്കുന്നു, സ്നേഹത്തെ പകർന്നു കൊടുക്കുന്നു, സ്നേഹത്തെ മുറിച്ചു കൊടുക്കുന്നു. ശിഷ്യന്മാർ തൃപ്തരാകുന്നു. അതിനുശേഷം 3 പ്രാവശ്യം ചോദിക്കുന്നു, യോനാടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആടുകളെ മേയ്ക്കുക, കുഞ്ഞാടുകളെ മേയ്ക്കുക, സഭയെ നയിക്കുക. പത്രോസ് തകരുകയാണ്. ദൈവമേ, തകർന്ന് നിരാശപ്പെട്ടു പോയ എന്നെ സ്നേഹിച്ചുകൊണ്ട് ദൗത്യമേൽപ്പിക്കുന്ന ദൈവമേ, എൻ്റെ കുറവുകളിലേക്ക് നോക്കാതെ എന്നെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്ന ദൈവമേ. പ്രിയപ്പെട്ടവരെ, പത്രോസ് തകർക്കപ്പെടുകയാണ് അവിടെ വെച്ച്. തൻ്റെ എല്ലാ കുറവും കണ്ടിട്ടും നിരാശയുടെ പടുകുഴിയിലായിപ്പോയ തന്നെ സ്നേഹിച്ച് പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്ന യേശുവിൻ്റെ സ്നേഹം പത്രോസ് ഒരിക്കൽ കൂടി അവിടെ വെച്ച് മനസ്സിലാക്കുകയാണ്. പത്രോസ് പെന്തക്കോസ്താ നാളിന് വേണ്ടി ഒരുക്കപ്പെടുകയാണ്. പിന്നീടുള്ള 10 ദിവസങ്ങൾ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ്. പത്രോസിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നു. പത്രോസ് ഒരു പുതിയ മനുഷ്യനായി തീരുന്നു. പത്രോസ് സടകുടഞ്ഞെഴുന്നേറ്റ് ഒരു സിംഹത്തെപ്പോലെ പ്രസംഗിക്കുന്നു. അവൻ്റെ നിരാശ പോയി, അവൻ്റെ തകർച്ച പോയി. അവൻ യേശു ക്രിസ്തുവിൻ്റെ ചൈതന്യത്താൽ നിറയപ്പെട്ടവനായി ഒരു വിജയാളിയായി തീരുകയാണ്. ഈശ്വര, ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്. നിരാശ കടന്നു വരുമ്പോൾ നമുക്ക് ദൈവം മാത്രമാണ് ഉത്തരം. കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നമ്മൾ നോക്കുക. ഒത്തിരിയേറെ തകർച്ചയിലൂടെ പോയിട്ടും തകരാതെ പിടിച്ചു നിന്ന ഒരു മനുഷ്യനാണ് അബ്രഹാം. നിങ്ങൾക്കറിയാം, ഒരു കുഞ്ഞിന് വേണ്ടി അബ്രഹാം സത്യത്തിൽ കാത്തിരുന്നത് എത്രയോ വർഷങ്ങളാണ്. 100ാമത്തെ വയസ്സിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ കിട്ടുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവവചനം ഇങ്ങനെയാണ് അവിടെ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.
പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമാണെന്നറിഞ്ഞിട്ടും, തൻ്റെ ഭാര്യയായ സാറായുടെ ഉദരം വന്ധ്യമാണെന്നറിഞ്ഞിട്ടും അവൻ്റെ വിശ്വാസം കുലുങ്ങിപ്പോയില്ല. അവൻ ദൈവത്തെ ചോദ്യം ചെയ്തില്ല. പകരം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമാണ്, മരിച്ചതിന് തുല്യമാണെന്നറിഞ്ഞിട്ടും, തൻ്റെ ഭാര്യയായ സാറായുടെ ഉദരം വന്ധ്യമാണെന്നറിഞ്ഞിട്ടും അവൻ നിരാശപ്പെട്ടില്ല. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത ഇതാണ്. അബ്രഹാം ഒരിക്കലും നിരാശപ്പെടുന്നില്ല. അബ്രഹാം നിരാശയ്ക്ക് തന്നെ വിട്ടുകൊടുക്കുന്നില്ല. സാത്താൻ്റെ ഈ ആയുധം അബ്രഹാമിൻ്റെ മുമ്പിൽ ചെലവാകുന്നില്ല. അബ്രഹാം അതിനെ അതിജീവിച്ച് എത്രയോ വർഷങ്ങൾ കാത്തിരുന്നു. ഒടുവിൽ 100ാമത്തെ വയസ്സിൽ കുഞ്ഞിനെ കിട്ടുകയാണ്, ഇസഹാക്കിനെ കിട്ടുകയാണ്. ചിരി എന്ന അർത്ഥമുള്ള ഇസഹാക്ക് എന്ന പേരിടുമ്പോൾ അവൻ്റെ ദുഃഖമെല്ലാം മാറി സന്തോഷമാകുകയാണ്. സത്യത്തിൽ ഇതുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവെന്ന് അബ്രഹാമിനെ വിളിക്കുന്നത്. നിരാശപ്പെടാൻ ഒരുപാട് സാഹചര്യമുണ്ടായിട്ടും അവൻ തകർന്നു പോയില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ കെൻറ്റക്കി എന്ന് പറയുന്ന സ്ഥലത്ത് കേണൽ സാൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്തതിന് ശേഷം ഗവൺമെൻറ് കൊടുക്കുന്ന തുച്ഛമായ ഒരു പെൻഷൻ പോലെ എന്തോ ഒരു തുക അദ്ദേഹത്തിന് എല്ലാ മാസവും പോസ്റ്റിൽ വരും. അതൊരു ചെക്കാട്ടാണ് വരുന്നത്. അന്ന് അമേരിക്ക ഡിപ്രഷൻ കാലങ്ങളിലൂടെ, അതായത് സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്. ഇദ്ദേഹത്തിന് ഈ പൈസ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. നിരാശയുടെ പടുകുഴിയിലേക്ക് പോകുമെന്ന് കണ്ടപ്പോൾ ദൈവവിശ്വാസിയായിരുന്ന കേണൽ സാൻഡേഴ്സ് അതിനെ അതിജീവിക്കാൻ തീരുമാനിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം ഓരോരോ പദ്ധതികൾ ഇടുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം പെട്ടെന്ന് ഓർത്തു, ദൈവമേ, എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് പോലെ ഒരു ചിക്കൻ ഫ്രൈ ലോകത്തിൽ ആരും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അമ്മയുടെ ആ റെസിപ്പി വേറെ ആർക്കും അറിയത്തില്ല. അമ്മ മരിച്ചുപോയി, ഇന്ന് എനിക്ക് മാത്രമേ ആ റെസിപ്പി കയ്യിലുള്ളൂ. ആ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. 11 കൂട്ടുകൾ ചേർന്ന ഒരു പ്രത്യേകതരം ചിക്കൻ ഫ്രൈ ആണ്. അദ്ദേഹം ഉടൻ തന്നെ എഴുന്നേറ്റ് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ജോലി തരാമോ? ചിക്കൻ പൊരിക്കുന്ന ജോലി തരാമോ? ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി തരാം. അവർ സമ്മതിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ അടുക്കളയിലേക്ക് കയറുകയാണ്. അദ്ദേഹം 11 കൂട്ടുകൾ ചേർത്ത് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുകയാണ്. അന്ന് അതവിടെ വിളമ്പി ആളുകൾ ഇടിച്ചു കയറാൻ തുടങ്ങി. ആ റെസ്റ്റോറൻറ്റിലെ, ആ ഹോട്ടലിലെ ഏറ്റവും കൂടുതൽ ചെലവാകുന്ന ഐറ്റമായി ആ ചിക്കൻ ഫ്രൈ മാറുകയാണ്. കുറച്ച് നാളിന് ശേഷം അദ്ദേഹം സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന KFC, കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ. അത് പ്രിയപ്പെട്ടവരെ അമേരിക്ക മുഴുവൻ വ്യാപിക്കുകയാണ്. ഇപ്പോൾ ഈ കൊച്ചു കേരളത്തിലും വന്നു. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ബിസിനസ് ശൃംഖലയായി KFC മാറുകയാണ്. സാമ്പത്തിക തകർച്ച മൂലം നിരാശപ്പെട്ടു പോകേണ്ടിരുന്ന ഒരു മനുഷ്യൻ അനുദിന ജീവിത ചെലവുകൾക്ക് വേണ്ടി ഒന്നും തികയാതെ വന്ന സമയത്ത് സാമ്പത്തികമായി തരിപ്പണമായപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് കൊടുത്ത ഒരു ചെറിയ പ്രചോദനം, തൻ്റെ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി ഒരു റെസ്റ്റോറൻറ്റിൽ കൊടുക്കണമെന്നുള്ള ഒരു കൊച്ചു ചിന്തയെ അദ്ദേഹം മുറുകെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം, പ്രിയപ്പെട്ടവരെ, ലോകത്തിന് തന്നെ ഒരു അത്ഭുതമായി മാറുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് എന്തെങ്കിലുമൊക്കെ പ്രേരണ തരുന്നുണ്ടോ? കടബാധ്യതയിൽ തകർന്നു കിടക്കുമ്പോൾ ദൈവം എന്തെങ്കിലും ഒരു പ്രേരണ തരുന്നുണ്ടോ? അതിനെ തട്ടിക്കളയരുത്. ദൈവം നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്നുണ്ടോ? അതിനെ അവഗണിച്ച് കളയരുത്. ഒരു കുഞ്ഞു പ്രേരണയായിരിക്കാം, അതിനെ നമ്മൾ മുറുകെ പിടിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇതാ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. 1 യോഹന്നാൻ 4:4 പറയുന്നു, എൻ്റെ ഉള്ളിലുള്ളവൻ പുറമേയുള്ളവനേക്കാൾ വലിയവനാണ്. The one who is inside me is greater than the one who is outside. എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ്, എൻ്റെ ഉള്ളിലുള്ള സ്വർഗീയ പിതാവ്, എൻ്റെ ഉള്ളിലുള്ള യേശു, ത്രിയേക ദൈവം പുറമെയുള്ള സകല സാഹചര്യങ്ങളെക്കാൾ വലിയവനാണ്. ക്യാൻസറിനേക്കാൾ വലുതാണ്, കടബാധ്യതയേക്കാൾ വലുതാണ്, സകല തടസ്സങ്ങളെക്കാളും വലുതാണ്, സകല പർവ്വതങ്ങളെക്കാളും വലുതാണ്, എല്ലാ അന്ധകാരത്തെക്കാളും വലുതാണ്, നരകത്തിലുള്ള മുഴുവൻ പിശാചുക്കളെക്കാളും വലുതാണ്. അതുകൊണ്ട് ഞാൻ നിരാശപ്പെടുകയില്ല, ഞാൻ പ്രത്യാശയിൽ മുന്നേറുമെന്ന് നമുക്കിന്ന് തീരുമാനമെടുക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ നിരാശപ്പെട്ട് എല്ലാം നഷ്ടപ്പെടുത്തി കളയാൻ ഞങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ ദൈവമേ, ഞങ്ങൾക്ക് കൃപ തന്ന് സഹായിക്കണമേ.
ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിരാശയിലായിരിക്കുന്ന എല്ലാവരെയും കൃപ നൽകി ഉയർത്തിയെടുക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.